അതുകൊണ്ടാണ് സൂംബ ഡാൻസിനേക്കാളും നമ്മൾ ശക്തിയോടുകൂടെ പ്രതികരിക്കേണ്ടത് കേരള മനസ്സുകളെ മലിനമാക്കുന്ന ഈ വർഗീയതയ്ക്കെതിരെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. കേരളം ഇങ്ങനെയല്ല, ഇങ്ങനെ ആവരുത്. നമുക്ക് വിദ്യാഭ്യാസപരമായി പുരോഗതിയുണ്ട്, നമുക്ക് സാമൂഹികമായ ജീവിതം പരിചയമുണ്ട്, സാമ്പത്തികമായി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനേക്കാളും ഉന്നതിയിലുണ്ട്. സാക്ഷരതയിലാണ് ആസാം നമ്മുടെ മുന്നിലുള്ളത്. ആരോഗ്യരംഗത്ത് നമ്മൾ മികച്ച പല പ്രകടനങ്ങളും ഇതിൻ്റെ മുന്നേ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ തുടരണം, സമൂഹത്തിന് മാതൃകയാവണം. രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം, അത് മതത്തിലേക്ക് കയറി വരരുത്. പിന്നെ വിശ്വാസിയുടെ കാര്യം, വിശ്വാസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികളോട് പറയേണ്ട കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ലാൽ ഇവരുടെ ചിന്തകളോടും യോജിച്ചു വരണമെന്നില്ല. സ്ത്രീ പുറത്തിറങ്ങരുത് അത്യാവശ്യത്തിനല്ലാതെ എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ നിയമമാണ്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വാക്യത്തിൽ വഖർന ഫീ ബുയൂത്തികുന്ന കൃത്യമായി ഖുർആൻ അത് പറഞ്ഞതാണ്. ഖുർആൻ അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എല്ലാവരും മുസ്ലിങ്ങളാവണമെന്നൊന്നുമില്ല. ഇതൊക്കെ സബ്ജക്റ്റീവായ ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ തീരുമാനം എടുക്കാം. മുസ്ലിം പേരുണ്ടെങ്കിൽ തന്നെ സൂംബ ഡാൻസിൽ പങ്കെടുക്കാം, നാടകത്തിൽ പങ്കെടുക്കാം, സ്പോർട്സിൽ പങ്കെടുക്കാം. ഏത് വൃത്തികേടും ചെയ്യുന്നതിനൊന്നും മതപരമായ വിലക്ക് പരിഗണിച്ചേ പറ്റൂ എന്ന് തിട്ടൂരം ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ആർക്കും വേണമെങ്കിലും അവരുടേതായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പക്ഷെ മതം ഇങ്ങനെയാവണമെന്ന് തിരുത്താൻ വരരുത്.